എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ചാമ്പർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷമായി നടന്നു വരുന്ന വിശക്കുന്ന വേഗനൊരു കുതിച്ചോ എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചകളിലുമാണ് നടന്നു വരുന്നത്. മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാർക്കനുസരിച്ച് നടന്നു വരികയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. പൈതൃകം ഗുരുവായൂരിൻ്റെ മെമ്പർ ആരാധനായ നെടിയേടത്ത് സിദ്ധാർത്ഥൻ അദ്ദേഹത്തിൻ്റെ വിവാഹ വാർഷികത്തോട് 50ാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് ഇന്ന് ഭക്ഷണം സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഭക്ഷണവും പായസവും സ്പോൺസർ ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥേട്ടൻ പൈതൃകം ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനും സഹധർമ്മിണിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് 50ാം വിവാഹ വാർഷികത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഇവിടെ എല്ലാ വ്യാഴാഴ്ചകളിലും നടക്കുന്ന വസ്ത്രദാനത്തിൻ്റെ കൺവീനർ ആരാധനായ കൃഷ്ണാട്ട ആശാൻ കൂടിയായ മുരളി അകമ്പടിയെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ആരാധനായ രവിയേട്ടൻ പറഞ്ഞ മാതിരി നമ്മൾ 9 വർഷം 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. വിശക്കുന്നവർ വേറൊരു കുതിച്ചോറ് എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി ഇവിടെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ മാതിരി ഇപ്പോൾ ആയി തുടങ്ങിയിട്ട് ഇപ്പോൾ ഓണത്തിൻ്റെ കഴിഞ്ഞു, ഇനി അടുത്ത് വിഷു. അങ്ങനെ ഇന്ന് നമുക്ക് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നെടിയേടത്ത് സിദ്ധാർത്ഥൻ സരസ്വതി ദമ്പതികൾ 50ാം വിവാഹ വാർഷികം. എന്തായാലും ആ യുവമിഥുനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് ഈ ജീവകാരുണ്യ പദ്ധതിയുടെ അധ്യക്ഷൻ ശ്രീ രവിയേട്ടനാണ് ചങ്കത്ത്. അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷത്തോടെ ഇന്നത്തെ ജീവകാരുണ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ജയൻ കെ മേനൻ പെരുന്തട്ട ആണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ബന്ധത്തിലുണ്ട്. നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തിട്ട് ജയമേനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുമാതിരി പ്രാൻജി ഗുരുവായൂർ നമുക്കിന്ന് ഗുരുവായൂർ ദിനവാർത്ത യൂട്യൂബ് ചാനൽ അങ്ങനെയുള്ള എല്ലാ ഇങ്ങനത്തെ സംഗതികളൊക്കെ പുറത്ത് എത്തിക്കാനുള്ള എല്ലാ സഹായം ചെയ്തു വരുന്ന പ്രേംജി ഗുരുവായൂരിനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. OV രാജേഷ് തുടക്കം മുതൽ തന്നെ രാജേഷൊക്കെ ഇതിൻ്റെ നട്ടല്ലായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. രാജേഷിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുമാതിരി ഇന്ന് നമുക്ക് സഹായിക്കാൻ വന്നിട്ടുള്ള പായസമൊക്കെ എത്തിച്ച് കറക്റ്റായിട്ട് അതുമാതിരി ടീച്ചർ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. വന്നവർക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് രവിയേട്ടനെ അധ്യക്ഷ പ്രസംഗത്തിന് ക്ഷണിച്ചുകൊണ്ട് അപ്പോൾ സിദ്ധാർത്ഥന് സരസ്വതിക്ക് എല്ലാവിധ ആശംസകൾ നേടുന്നതോടൊപ്പം കഴിഞ്ഞ ദിവസം ചാമ്പർ ഓഫ് കൊമേഴ്സ് ജനകീയ ഓണസദ്യ നടത്തി. ഏകദേശം 500ഓളം ആളുകളെ പങ്കെടുപ്പിക്കുന്ന ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഓണസദ്യ വളരെ വിജയകരമായി തീർന്നു. എല്ലാവർക്കും ഓണപ്പുടവ നൽകുകയുണ്ടായി. അത് എല്ലാ മാധ്യമങ്ങളും വളരെ നല്ല രീതിയിൽ കവർ ചെയ്ത മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ആരാധനായ ജയൻ മേനോനാണ്. പൈതൃകത്തിൻ്റെ ഭാരവാഹി കൂടിയായ അദ്ദേഹത്തെ സ്നേഹത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് സ്നേഹപൂർവ്വം. 10 വർഷങ്ങളായിട്ട് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ് നടത്തി വരുന്ന ഈ വിശക്കുന്ന വേറൊരു പൊതിച്ചോറിൻ്റെ പരിപാടിയിൽ ഭാഗമാക്കാവാൻ കഴിഞ്ഞൊരു സന്തോഷമുണ്ട്. ഈ സംരംഭം ഇനിയും തുടർന്ന് പോകാനായിട്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് 9ാം തീയതി വിശക്കുന്ന വേറൊരു പൊതിച്ചോറ് എന്ന ജീവകാരുണ്യ പദ്ധതിയുണ്ട്. എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കും. പായസം കഴിച്ചോളൂ. പായസം കഴിച്ചോളൂ. 9ാം തീയതി ആരുടെ ഒരു ഫോട്ടോ എടുക്കണേ. നമ്മുടെ ദിനവാർത്തയെല്ലാം കണ്ടില്ലേ? അത് കുറച്ചധികം ഈ ഫോട്ടോ എടുക്കണം. പിന്നെ അല്ല ഇന്നത്തെ ഫോട്ടോ ഞാനും മറന്നു. ഞാൻ പറഞ്ഞു ടീച്ചറോട് പിന്നെ അതുപോലെ ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.